സത്വേന അസത്തയാ വാ ന ച ഖലു സദസത്വേന നിർവാച്യരൂപാ ധത്തേയസാവവിദ്യാ ഗുണഫണിമതിവദ്വിശ്വദൃശ്യാവഭാസം വിദ്യാത്വം സൈവ യാതാ ശ്രുതിവചനലവൈര്യത് കൃപാസ്യന്തലാഭേ സംസാരാരണ്യസദ്യസ്തുടന പരശുതാമേതി തസ്മൈ നമസ്തേ. സത്വേനാസത്തയാ വാ ന ച ഖലു സദസത്വേന നിർവാച്യരൂപാ ധത്തേയസാവവിദ്യാ ഗുണഫണിമതിവദ്വിശ്വദൃശ്യാവഭാസം വിദ്യാത്വം സൈവ യാതാ ശ്രുതിവചനലവൈര്യത് കൃപാസ്യന്തലാഭേ സംസാരാരണ്യസദ്യസ്തൃടന പരശുതാമേതി തസ്മൈ നമസ്തേ. 98-ാം ദശകം 6-ാം ശ്ലോകമാണ് ചൊല്ലിയത്. ശ്ലോകം വിസ്തരിക്കുമ്പോൾ സത്വേന അസത്തയാവാ, ശ്ലോകത്തിൽ പറയുന്നു സത്വേന അസത്തയാവാ. സത്വേന എന്ന് പറയുമ്പോൾ ഉണ്ട് എന്ന ഭാവം കൊണ്ടോ, അസത്തയാവ ഇല്ല എന്ന ഭാവം കൊണ്ടോ. സത്വേന അസത്തയാവ എന്ന് പറയുമ്പോൾ ഉണ്ട് എന്ന ഭാവം കൊണ്ടോ ഇല്ല എന്ന ഭാവം കൊണ്ടോ. പിന്നെ പ്രണുസദസത്വേന ഉണ്ടെന്നും ഇല്ലെന്നും ഉള്ള ഭാവം കൊണ്ടോ. നല്ല രസമായിട്ട് പറയുന്നു. സത്വേന അസത്തയാവ സദസത്വേന ഉണ്ട് എന്ന ഭാവം കൊണ്ടോ ഇല്ല എന്ന ഭാവം കൊണ്ടോ, ഉണ്ടെന്നും ഇല്ലെന്നും ഉള്ള ഭാവം കൊണ്ടോ. സദസത്വേന എന്ന് പറയുമ്പോൾ ഉണ്ടെന്നും ഇല്ലെന്നും ഉള്ള ഭാവം കൊണ്ടോ. ന ച ഖലു നിർവാച്യരൂപ, ന ച ഖലു നിർവാച്യരൂപ എന്ന് പറയുമ്പോൾ നിശ്ചയമായും, അതായത് തീർച്ചയായും നിർവചിക്കുന്നതിന് സാധിക്കാത്തതായി. ന ച ഖലു നിർവാച്യരൂപ എന്ന് പറയുമ്പോൾ നിശ്ചയമായും അല്ലെങ്കിൽ തീർച്ചയായും നിർവചിക്കുന്നതിന്, ശരിക്കങ്ങനെ നിർവചിക്കുന്നതിന് സാധിക്കാത്തതായി. ന ച ഖലു നിർവാച്യരൂപ നിശ്ചയമായും അല്ലെങ്കിൽ തീർച്ചയായി നിർവചിക്കുന്നതിന് സാധിക്കാത്തതായി. യാ അസൗ അവിദ്യ, ശരിക്കും നിർവചിക്കാൻ സാധിക്കാത്തതായ യാ അസൗ അവിദ്യ, യാതൊരു ഈ അവിദ്യയുണ്ടോ. യാ അസൗ അവിദ്യ എന്ന് പറയുമ്പോൾ യാതൊരു ഈ അവിദ്യയുണ്ടോ. അവിദ്യ എന്ന് പറയുമ്പോൾ മായ. അപ്പോ യാ അസൗ അവിദ്യ, യാതൊരു ഈ അവിദ്യയുണ്ടോ. ഗുണഫണിമതിവത്, കയറിൽ പാമ്പെന്ന ബുദ്ധി പോലെ. ഗുണഫണിമതിവത് എന്ന് പറയുമ്പോൾ ഗുണം എന്ന് പറയുമ്പോൾ കയർ. ഗുണഫണിമതിവത് എന്ന് പറയുമ്പോൾ കയറിൽ പാമ്പെന്ന ബുദ്ധി പോലെ. കണി എന്നൊക്കെ പറയുമ്പോൾ പാമ്പ്, അതാണ് ഗുണഫണിമതിവത് എന്ന് പറയുമ്പോൾ കയറിൽ പാമ്പെന്ന ബുദ്ധി പോലെ. അതായത് ഇരുട്ടിൽ കയറ് കണ്ട് പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുക.
അതാണ് പറയുന്നത്. ഇതാണ് ഗുണ തണി മതിവർ, കയറിൽ പാമ്പെന്ന ബുദ്ധി പോലെ. വിശ്വദൃശ്യാവഭാസം ധത്തെ എന്ന് പറയുന്നു. വിശ്വദൃശ്യാവഭാസം ധത്തെ, കാണുന്ന എല്ലാ വസ്തുക്കളിലും ഉണ്ട് എന്ന പ്രതീതിയെ ജനിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഉണ്ട് എന്ന പ്രതീതിയെ ജനിപ്പിക്കുന്നതാണ് എന്ന് പറയാം. അപ്പോ ഈ അവിദ്യ, അസൗ യാ അസൗ അവിദ്യ ആണ് ശ്ലോകത്തിലെ. യാതൊരു ഈ അവിദ്യയുണ്ടോ ഗുണകണിമതിവത് വിശ്വദൃശ്യാവകാശം ധത്തെ, കയറിൽ പാമ്പെന്ന ബുദ്ധി പോലെ കാണുന്ന എല്ലാ വസ്തുക്കളിലും ഉണ്ട് എന്ന പ്രതീതിയെ ജനിപ്പിക്കുന്നതാണ്, ഇതിൽ ഉണ്ട് എന്ന പ്രതീതിയെ ജനിപ്പിക്കുന്നു. വിശ്വദൃശ്യാവകാശം ധത്തെ എന്ന് പറയുമ്പോൾ കാണുന്ന എല്ലാ വസ്തുക്കളിലും ഉണ്ട് എന്ന പ്രതീതിയെ ജനിപ്പിക്കുന്നു. സായേവ, സായേവ അതായത് ഈ അവിദ്യ തന്നെ എന്ന് പറയാം. സായേവ എന്ന് പറയുമ്പോൾ ഈ അവിദ്യ തന്നെ, ഈ അവിദ്യയാണ് വിശ്വദൃശ്യാവഭാസം ധത്തെ എന്ന് പറഞ്ഞു. അതായത് കാണുന്ന എല്ലാ വസ്തുക്കളിലും ഉണ്ട് എന്ന പ്രതീതിയെ ജനിപ്പിക്കുന്നു. പിന്നെ പറഞ്ഞു സായേവ, അതായത് ഈ അത് തന്നെ കൃപാസ്യന്തലാഭേ, ഗുരുവായൂരപ്പ യാതൊരു ഭഗവാന്റെ കാരുണ്യത്തിന്റെ ഒലിവ് കിട്ടുന്ന സമയം, ഗുരുവായൂരപ്പ അങ്ങയുടെ കാരുണ്യത്തിന്റെ ഒലിവ് കിട്ടുന്ന സമയം എന്ന് പറയാം. അതാണ് സായേവ യത് കൃപാസ്യന്തലാഭേ എന്ന് പറയുമ്പോൾ അത് തന്നെ ഗുരുവായൂരപ്പ അങ്ങയുടെ കാരുണ്യത്തിന്റെ ഒലിവ് കിട്ടുന്ന സമയം. യായേവ സായേവ യത് കൃപാസ്യന്തലാഭേ എന്ന് പറയുമ്പോൾ അത് തന്നെ യാതൊരു ഭഗവാന്റെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പ അവിടുന്നന്റെ കാരുണ്യത്തിന്റെ ഒലിവ് കിട്ടുന്ന സമയം. ശ്രുതി വചന ലവൈഹി, ശ്രുതി വചന ലവൈഹി എന്ന് പറയുമ്പോൾ ഉപനിഷത്ത് വാക്യങ്ങളുടെ ശകലങ്ങൾ കൊണ്ട് എന്ന് പറയാം. ശ്രുതി വചന ലവൈഹി എന്ന് പറയുമ്പോൾ ഉപനിഷത്ത് വാക്യങ്ങളുടെ ശകലങ്ങൾ കൊണ്ട്, അതായത് അല്പം ഉപനിഷത്ത് വാക്യങ്ങൾ കൊണ്ട് എന്ന് പറയാം. ശ്രുതി വചന ലവൈഹി വിദ്യാത്വമ്യാത, ഉപനിഷത്ത് വാക്യങ്ങളുടെ ശകലങ്ങൾ കൊണ്ട്, അതായത് അല്പം ഉപനിഷത്ത് വാക്യങ്ങൾ കൊണ്ട്, അല്പം ഉപനിഷത്ത് വാക്യങ്ങൾ കൊണ്ട് വിദ്യാത്വമ്യാത, വിദ്യ എന്ന ഭാവത്തെ പ്രാപിച്ച്, അതായത് അറിവിനെ പ്രാപിച്ച്. അപ്പോൾ സായേവ യത് കൃപാസ്യന്തലാഭേ വിദ്യാത്വമ്യാത എന്ന് പറയുമ്പോൾ അത് തന്നെ യാതൊരു ഗുരുവായൂരപ്പ അങ്ങയുടെ കാരുണ്യത്തിന്റെ ഒലിവ് കിട്ടുന്ന സമയം. ശ്രുതി വചന ലവൈഹി വിദ്യാത്വമ്യാത, ഉപനിഷത്ത് വാക്യങ്ങളുടെ ശകലങ്ങൾ കൊണ്ട്. ശ്രുതി വചന ലവൈഹി എന്ന് പറയുമ്പോൾ ഉപനിഷത്ത് വാക്യങ്ങളുടെ ശകലങ്ങൾ കൊണ്ട്, അതായത് അല്പം ഉപനിഷത്ത് വാക്യങ്ങൾ കൊണ്ട്, അല്പം ഉപനിഷത്ത് വാക്യങ്ങൾ കൊണ്ട് വിദ്യാത്വമ്യാത, വിദ്യ എന്ന ഭാവത്തെ പ്രാപിച്ച്, അതായത് അറിവിനെ പ്രാപിച്ച്. സംസാരാരണ്യ സദ്യസ്തൃടന പരശുതാം ഏതി, സംസാരാരണ്യ സദ്യസ്തൃടന പരശുതാം ഏതി എന്ന് പറയുമ്പോൾ
സംസാരമാകുന്ന കാടിനെ, അതായത് ജനന മരണ ദുഃഖരൂപമാകുന്ന കാടിനെ എന്ന് പറയാം. സംസാരാരണ്യ, സദ്യ, പെട്ടെന്ന്, സദ്യ എന്ന് പറയുമ്പോൾ സ്ത്രുതന പരശുതാം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മുറിച്ച് നശിപ്പിക്കുന്ന മഴുവിന്റെ നിലയെ പ്രാപിക്കുന്നു. സ്ത്രുതന പരശുതാം ഏതി എന്നൊക്കെ പറയുമ്പോൾ സദ്യസ്ത്രുതന പരശുതാം ഏതി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മുറിച്ച് നശിപ്പിക്കുന്ന മഴുവിന്റെ നിലയെ പ്രാപിക്കുന്നു. അപ്പോ സാ ഏവ യത് കൃപാസ്യന്തലാഭേ. അതുതന്നെ ഗുരുവായൂരപ്പ, യാതൊരു അങ്ങയുടെ കാരുണ്യത്തിന്റെ ഒലിവ് കിട്ടുന്ന സമയം ശ്രുതി വചന ലവൈഹി വിദ്യാത്വം യാത, ഉപനിഷത്ത് വാക്യങ്ങളുടെ ശകലങ്ങൾ കൊണ്ട്, അതായത് അല്പം ഉപനിഷത്ത് വാക്യങ്ങൾ കൊണ്ട് വിദ്യാത്വം യാത, വിദ്യ എന്ന ഭാവത്തെ പ്രാപിച്ച്, അതായത് അറിവിനെ പ്രാപിച്ച് സംസാരാരണ്യ സദ്യസ്ത്രുടന പരശുതാം ഏതി, സംസാരമാകുന്ന കാടിനെ, അതായത് ജനന മരണ ദുഃഖരൂപമാകുന്ന കാടിനെ പെട്ടെന്ന് മുറിച്ച് നശിപ്പിക്കുന്ന മഴുവിന്റെ നിലയെ പ്രാപിക്കുന്നു. പരശുതാം ഏതി എന്നൊക്കെ പറയുമ്പോൾ മഴുവിന്റെ നിലയെ പ്രാപിക്കുന്നു. തസ്മൈ തേ നമ. ഗുരുവായൂരപ്പ, അപ്രകാരമിരിക്കുന്ന അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. തസ്മൈ തേ നമ എന്ന് പറയുമ്പോൾ അപ്രകാരമിരിക്കുന്ന അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. ഒരു പ്രാവശ്യം കൂടി പറയാം. സത്വേന അസത്തയാവ, ഉണ്ട് എന്ന ഭാവം കൊണ്ടോ ഇല്ല എന്ന ഭാവം കൊണ്ടോ. പ്രപഞ്ചം സത്യമല്ല എന്ന് പറയണം, പക്ഷെ നമ്മൾ കൺമുന്നിൽ പ്രപഞ്ചത്തെ കാണുന്നു. അപ്പോൾ എങ്ങനെയാണ് പ്രപഞ്ചം സത്യമല്ല എന്ന് പറയുക? അതാണ് പറയണത് സത്വേന അസത്തയാവ എന്നൊക്കെ. ഉണ്ട് എന്ന ഭാവം കൊണ്ടോ ഇല്ല എന്ന ഭാവം കൊണ്ടോ, സദസത്വേന ഉണ്ടെന്നും ഇല്ലെന്നും ഉള്ള ഭാവം കൊണ്ടോ, ഉണ്ട് എന്ന ഭാവം കൊണ്ടോ ഇല്ല എന്ന ഭാവം കൊണ്ടോ, ഉണ്ടെന്നും ഇല്ലെന്നും ഉള്ള ഭാവം കൊണ്ടോ, സത്വേന അസത്തയാവ സദസത്വേന എന്ന് പറയുമ്പോൾ ഉണ്ട് എന്ന ഭാവം കൊണ്ടോ ഇല്ല എന്ന ഭാവം കൊണ്ടോ, ഉണ്ടെന്നും ഇല്ലെന്നും ഉള്ള ഭാവം കൊണ്ടോ, നച്ച ഖലു നിർവാച്യരൂപ, നിശ്ചയമായും, അതായത് തീർച്ചയായി നിർവചിക്കുന്നതിന് സാധിക്കാത്തതായ, നച്ച ഖലു നിർവാച്യരൂപ, നിശ്ചയമായി അല്ലെങ്കിൽ തീർച്ചയായി നിർവചിക്കുന്നതിന് സാധിക്കാത്തതായ സ അസൗ അവിദ്യ, യാതൊരു ഈ അവിദ്യയുണ്ടോ. സ അസൗ യാ അസൗ അവിദ്യ, യാതൊരു ഈ അവിദ്യയുണ്ടോ. ഉണ്ട് എന്ന ഭാവം കൊണ്ടോ ഇല്ല എന്ന ഭാവം കൊണ്ടോ, ഉണ്ടെന്നും ഇല്ലെന്നുമുള്ള ഭാവം കൊണ്ടോ നിർവചിക്കാൻ, തീർച്ചയായി നിർവചിക്കാൻ സാധിക്കാത്തതായ യാ അസൗ അവിദ്യ, യാതൊരു ഈ അവിദ്യയുണ്ടോ. ഗുണധണി മതിവത് വിശ്വദൃശ്യാവഭാസം തത്തേ ധത്തേ. ഗുണധണി മതിവത് വിശ്വദൃശ്യാവഭാസം ധത്തേ എന്ന് പറയുമ്പോൾ കയറിൽ പാമ്പെന്ന ബുദ്ധി പോലെ, അതായത് ഇരുട്ടിൽ കയറ് കണ്ട് പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുന്ന പോലെ. ഗുണം എന്ന് പറയുമ്പോൾ കയറ്. അപ്പോ
ഗുണഫണിമതിവ വിശ്വദൃശ്യാവഭാസം ധത്തെ എന്ന് പറയുമ്പോൾ കയറ് കണ്ട് പാമ്പാടെന്ന് തെറ്റിദ്ധരിക്കുന്ന പോലെ കാണുന്ന എല്ലാ വസ്തുക്കളിലും ഉണ്ട് എന്ന പ്രതീതിയെ ജനിപ്പിക്കുന്നു. വിശ്വദൃശ്യാവഭാസം ധത്തെ എന്ന് പറയുമ്പോൾ കാണുന്ന എല്ലാ വസ്തുക്കളിലും ഉണ്ട് എന്ന പ്രതീതിയെ ജനിപ്പിക്കുന്നു. സ ഏവ ആ അവിദ്യ തന്നെ, സ ഏവ എന്ന് പറയുമ്പോൾ ഈ അവിദ്യ തന്നെ യത്കൃപാസ്യന്തലാഭേ ഗുരുവായൂരപ്പ യാതൊരു അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ഒലിവ് കിട്ടുന്ന സമയം, സ ഏവ യത്കൃപാസ്യന്തലാഭേ എന്ന് പറയുമ്പോൾ അതുതന്നെ ഗുരുവായൂരപ്പ യാതൊരു അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ഒലിവ് കിട്ടുന്ന സമയം, യത്കൃപാസ്യന്തലാഭേ എന്ന് പറയുമ്പോൾ യാതൊരു അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ഒലിവ് കിട്ടുന്ന സമയം, ശ്രുതി വചന ലവൈഹി വിദ്യാത്വം യാത, ശ്രുതി വചന ലവൈഹി വിദ്യാത്വം യാത എന്ന് പറയുമ്പോൾ ഉപനിഷത്ത് വാക്യങ്ങളുടെ ശകലങ്ങൾ കൊണ്ട്, അതായത് അല്പം ഉപനിഷത്ത് വാക്യങ്ങൾ കൊണ്ട് വിദ്യാത്വം യാത വിദ്യ എന്ന ഭാവത്തെ പ്രാപിച്ച്, അതായത് അറിവിനെ പ്രാപിച്ച്, സംസാരാരണ്യ സദ്യസ്തൃതന പരശുതാം ഏതി സംസാരമാകുന്ന കാടിനെ, അതായത് ജനന മരണ ദുഃഖ രൂപമാകുന്ന കാടിനെ പെട്ടെന്ന് മുറിച്ച് നശിപ്പിക്കുന്ന മഴുവിൻ്റെ നിലയെ പ്രാപിക്കുന്നു. അപ്പോൾ സ ഏവ യത് കൃപാസ്യന്തലാഭേ ഗുരുവായൂരപ്പ അത് തന്നെ യാതൊരു അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ഒലിവ് കിട്ടുന്ന സമയം, ശ്രുതി വചന ലവൈഹി വിദ്യാത്വം യാത ഉപനിഷത്ത് വാക്യങ്ങളുടെ ശകലങ്ങൾ കൊണ്ട്, അതായത് അല്പം ഉപനിഷത്ത് വാക്യങ്ങൾ കൊണ്ട് വിദ്യാത്വം യാത വിദ്യ എന്ന ഭാവത്തെ പ്രാപിച്ച്, അതായത് അറിവിനെ പ്രാപിച്ച്, സംസാരാരണ്യ സദ്യസ്തൃടന പരസുതാം ഏതി സംസാരമാകുന്ന കാടിനെ, അതായത് ജനന മരണ ദുഃഖ രൂപമാകുന്ന കാടിനെ പെട്ടെന്ന് മുറിച്ച് നശിപ്പിക്കുന്ന മഴുവിൻ്റെ നിലയെ പ്രാപിക്കുന്നു. സംസാരാരണ്യ സദ്യസ്തൃടന പരസുത എന്നൊക്കെ പറയുമ്പോൾ സംസാരമാകുന്ന കാടിനെ പെട്ടെന്ന് സദ്യ സ്തൃടന പരസുതാമേതി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് മുറിച്ച് നശിപ്പിക്കുന്ന മഴുവിൻ്റെ നിലയെ പ്രാപിക്കുന്നു. തസ്മൈ തേ നമ ഗുരുവായൂരപ്പ അപ്രകാരമിരിക്കുന്ന അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. അപ്പോ ഉണ്ട് എന്ന് പറയാൻ വയ്യ, ഇല്ല എന്നും പറയാൻ വയ്യ. അങ്ങനെയുള്ള മായ കയറ് കണ്ട് പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുന്ന പോലെ പ്രപഞ്ചം ഉള്ളതാണെന്ന് തോന്നിക്കുന്നു. അതേ മായ തന്നെ ഗുരുവായൂരപ്പ അങ്ങയുടെ കാരുണ്യവും ജ്ഞാനവും, അതായത് അറിവും കൂടിയാകുമ്പോൾ സംസാരാരണ്യ സദ്യസ്തൃടന പരശുതാമേതി ആണ്. സംസാരമാകുന്ന കാടിനെ മുഴുവൻ പെട്ടെന്ന് മുറിച്ച് നശിപ്പിക്കുന്ന മഴുവായി തീരുന്നു. അപ്പോ മായ എന്ന് പറയുമ്പോൾ നിർവചിക്കാൻ പറ്റാത്ത കാര്യമാണ്, അനിർവചനീയമാണ് എന്ന് പറയാം. ഭഗവത് കരുണ ലഭിക്കുന്നവർക്ക് അല്പമായ വേദാന്ത വാക്യങ്ങൾ കേൾക്കുന്നത് കൊണ്ട് ഈ അവിദ്യ തന്നെ, അതായത് മായ തന്നെ വിദ്യയായി തീരുന്നു. അപ്പോൾ അത്
ജനന മരണ ദുഃഖങ്ങളെ പൂർണ്ണമായി നശിപ്പിച്ച് മുക്തിയെ പ്രദാനം ചെയ്യുന്നു.